വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ എക്സാം ടൈം ഒക്കെ ആവാനായി 1 മന്ത് കൂടെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണം, മിടുക്കറായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സീഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ മക്കൾ ഈ ഒരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ നാടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആൽമരങ്ങൾ അല്ലെ? അപ്പൊ ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം എന്ന് പറഞ്ഞ അടിപൊളി പാട്ട് വരെയുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ നമ്മുടെ ആല് എന്ന് പറയുന്ന സമയത്ത് ആലിന്റെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെയുള്ള വേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോടാ? അതിന്റെ ശാഖകളിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് താഴത്തോട്ടാണ് അതിന്റെ വേരുകൾ വരുന്നത് അല്ലെ? ഇങ്ങനെയുള്ളതിൽ നമ്മൾ ചിലപ്പോൾ ഊഞ്ഞാലാടി കളിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, അത് ആക്ച്വലി അതിന്റെ വേരുകളാണ്. അതിനെ വിളിക്കുന്നതിന്റെ പേരുണ്ട് പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ താങ്ങ് വേര് എന്നാണ് പറയാ. പേര് പോലെ തന്നെ താങ്ങി നിർത്താനുള്ള എന്നുവെച്ചാൽ വലിയൊരു മരമാണ് ആല അല്ലെ? നമുക്ക് ഒരുപാട് ഓക്സിജൻ തരുന്നതാണ്. നമുക്ക് ആലിന്റെ ചോട്ട് പോയിരുന്നാൽ ഭയങ്കര ടെൻഷൻ ഫ്രീ ആവുന്നൊക്കെയാണ് പറയാ അല്ലെ? അപ്പോ ഈ ആൽമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ മോസ്റ്റ്ലി എല്ലാ നാടുകളിലും ഉണ്ടായിരിക്കും, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നന്നായിട്ട് നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെ റൂട്ടുകൾ ഇങ്ങനെ താഴത്തോട്ട് വരുന്നത് അല്ലെ? ചില്ലകളിൽ നിന്ന്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ചില്ലകളെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ താങ്ങ് വേര് അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ടാണ് അതിനുള്ളത്. ഇനി വേറൊന്ന്, നമ്മുടെ ആറ്റ് കൈത അല്ലെങ്കിൽ കൈത എന്നൊക്കെ പറയും. അതിനെ പറ്റിയിട്ടും പാട്ട് ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ? കൈതപ്പൂവിൻ കന്നിക്കൂറും ഇഷ്ടംപോലെ പാട്ടുണ്ട്. പാട്ട് ഞാൻ പാടുന്നില്ല തൽക്കാലം. അപ്പൊ ഇനി നമ്മുടെ കൈത അല്ലെ? കൈതയുടെ അകത്തുള്ള വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് സ്റ്റിൽറ്റ് റൂട്ട് അല്ലെങ്കിൽ പൊയ്ക്കാൽ വേര് എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെ സ്പെഷ്യാലിറ്റി കാണിക്കുന്ന കുറേ വേരുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂട്ടുകൾ ഉണ്ട്. അപ്പൊ അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കുരുമുളക് ചെടി നിങ്ങൾ ആലോചിച്ചാൽ മതി. കുരുമുളക് ചെടിയിൽ എങ്ങനെയാ മക്കൾ ഇതിന്റെ വേരുകൾ? നിങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റി പടർന്ന് കുരുമുളക് ചെടി മുകളിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ വേരുകൾ എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന വേരായതുകൊണ്ട് തന്നെ ക്ലിങ്ങിങ് റൂട്ട്സ് അല്ലെങ്കിൽ പച്ച വേര് എന്ന് നമ്മൾ പറയും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ റൂട്ടുകൾ ഉണ്ട് അല്ലെ? ഇനി വേറൊന്ന്, നമ്മളിപ്പോഴും ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കും നല്ല കണ്ടൽക്കാടിന്റെ നടുവിലൂടെ ഒരു ബോട്ട് കൊടുക്കുന്ന യാത്ര അല്ലെ? ഇപ്പൊ കോഴിക്കോട് പറയുകയാണെങ്കിൽ കടലുണ്ടിയുടെ അവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ട് നമ്മുടെ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അല്ലെ? അപ്പൊ ഈ കണ്ടൽക്കാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അവിടുത്തെ വേരുകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? അതിന്റെ പേരാണ് ശ്വസന വേര് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർ എന്ന് പറയും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റൂട്ടുകൾ ഓരോന്നിലും ഉണ്ട് അല്ലെ? ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. സാധാരണ ബീജം മൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശാഖകളിൽ നിന്നും വേരുകൾ വരാറുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആളുകൾ. എവിടെ നിന്നാണ് വരുന്നത്? മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നത് അല്ലെ? അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് താങ് വേര്, പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പച്ച വേര്, ക്ലിങ്ങിങ് റൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്നത് ശ്വസന വേരുകളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? എന്നുവെച്ചാൽ ശ്വസിക്കാൻ വേണ്ടിയിട്ടാ, ഈ പറയുന്ന അന്തരീക്ഷ വായുവിനെ നേരിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ശ്വസന വേര് എന്ന പേര് വരെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് പുതിയ ചെടി ഉണ്ടാവുന്ന രീതിയിൽ അങ്ങ് നിൽക്കുന്നതാണെന്നല്ല. ആ വേരുകൾ ഇങ്ങനെ കുത്തനെ നിൽക്കുകയാണ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? അന്തരീക്ഷത്തിൽ നിന്ന് ഗ്യാസ് എക്സ്ചേഞ്ചും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് ശ്വസന വേരുകൾ ഏതിനകത്തുള്ളത്? കണ്ടൽക്കാട് അല്ലെങ്കിൽ മാംഗ്രോവ്സിനകത്തുള്ളത്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണേ. എക്സാമിന് എപ്പോഴും ഡാഷ് ഇട്ട് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, ദ പ്രോപ്പ് റൂട്ട് ഉണ്ട്, സ്റ്റിൽറ്റ് റൂട്ട് ഉണ്ട്, ക്ലിങ്ങിങ് റൂട്ട്സ് ഉണ്ട്. ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രോവ്സ്. ദ ടിപ്പ് ഓഫ് ദ റൂട്ട്സ് റൈസസ് ഫ്രം ദ സോയിൽ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബ്രീത്തിങ് റൂട്ട്. ദേ ആർ ഹെൽപ്പ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനുമാണ്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് തന്നെ മക്കള് പഠിക്കുക, സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ ഇതേപോലെ പഠിക്കാൻ വേണ്ടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ താഴെ നിങ്ങൾ ഒരു സ്ക്രോളിങ് ഓടി കളിച്ച് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രതി ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. പ്രതി ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തരുന്ന ഒരു അടിപൊളി ബാച്ചാണ്. അപ്പൊ എന്റെ മക്കൾക്ക് എക്സാമോടെ വരാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾ മിടുക്കരാഴ്ച പഠിക്കാൻ വേണ്ടി നമ്മുടെ പ്രതി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ പറയാം: 999541
00800 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രത്യേക ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ മറക്കാതെ ജോയിൻ ചെയ്യാം. മിടുക്കറായിട്ട് എക്സാമിന് പഠിക്കുക. ഫുൾ എ ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. സീ യു ഡിയേഴ്സ്. ബൈ.